വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇതെൻ്റെ മാൾട്ട ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാവേ. ഇത് ഞാൻ ആക്ച്വലി ഇറ്റലി ടു മാൾട്ട ഒരു ട്രിപ്പ് പോയതാണ്. അപ്പോൾ ഒരു സിംഗിൾ ഡേ ട്രിപ്പായിരുന്നു. ആ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാൾട്ടയിൽ എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യണത്. നിങ്ങൾ ആരെങ്കിലും വലയത്ത് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അപ്പർ ബറാക്ക ഗാർഡൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് 12 മണിക്കും അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്കും ഈ ഒരു സമയം കണക്കാക്കി വേണം നിങ്ങളിത് വിസിറ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ സമയങ്ങളിൽ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ഈ കഥകളിലും അതുപോലെ യുദ്ധത്തിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും പീരങ്കി പൊട്ടിക്കണ കാര്യമൊക്കെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ. ഇവിടെ വന്നാൽ നിങ്ങൾക്കത് നേരിട്ട് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് സല്യൂട്ടിംഗ് ബാറ്ററി. ഇത് ഈ അപ്പർ ബറാക്ക ഗാർഡൻ്റെ താഴെയാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളിപ്പോൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. കണ്ടോ, സല്യൂട്ടിംഗ് ബാറ്ററി. ഇവിടെ കുറേ പീരങ്കികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സമയത്ത്, അതായത് 12 മണിക്കും 4 മണിക്കും ഡെയിലി ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു സൺഡേ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ഈ 2 സമയങ്ങളിലും ഇവരിവിടെ ഫയറിംഗ് നടത്തും. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് ചെയ്യണതെന്നൊക്കെയാണ്. ഈ പീരങ്കി എങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെ ഫയറിംഗ് നടക്കും എന്നുള്ളത് ഒരു സോൾജിയർ വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. വേൾഡ് വാർ 2ൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പീരങ്കികളെല്ലാം. പിന്നെ എന്തെങ്കിലും സെറിമണീസ് ഒക്കെ വരുമ്പോൾ, അതുപോലെ അവരുടെ ഗേറ്റ് ക്ലോസ് ചെയ്യണതും ഓപ്പൺ ചെയ്യുന്ന ടൈമിലൊക്കെ ഈ പീരങ്കി അവർ പൊട്ടിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അവരത് നിലനിർത്തിക്കൊണ്ട് വരുവാണ്. ഈ 2 സമയങ്ങളിൽ ആൾക്കാർക്ക് കാണാൻ വേണ്ടി, അതായത് ഈ അപ്പർ ബറാക്ക ഗാർഡനിൽ വരുന്നവർക്ക് കാണാൻ വേണ്ടി ഇവർ ഇപ്പോഴും പീരങ്കി ഫയർ ചെയ്യും. എല്ലാ ദിവസവും ഇതുണ്ടാവും. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന 2 സമയങ്ങളിൽ അവിടെ തടിച്ചു കൂടാറുണ്ട്. ഈ ഗാർഡനിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഈ വിഷ്വൽ ആക്ച്വലി ഗാർഡൻ്റെ താഴെയാണ്. ഇവിടെ നേരിട്ട് പോയി കാണണമെങ്കിൽ നമുക്ക് അവിടെ എന്തോ ഫീ ഒക്കെ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ഗാർഡനിൽ നിന്ന് കാണുന്നതായിരിക്കും കിടിലൻ വ്യൂ. താഴെ നിന്ന് കണ്ടാൽ ഇത്രയും അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ ഞാൻ നിൽക്കണ ഈ ഒരു പൊസിഷൻ അടിപൊളിയാണ്. ഈ ഷൂട്ട് കാണാൻ വേണ്ടി പറ്റിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതെന്തോ ഒരു ഭാഗ്യമായിപ്പോയി. ഇപ്പം നിങ്ങൾ കാണുന്നത് 2 പീരങ്കികളിൽ ആ ഗുണ്ട് പോലത്തെ സാധനമില്ലേ, ഫയർ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം നിറയ്ക്കുകയാണ് സോൾജിയർ. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഞാനിങ്ങനെ മാൾട്ടേനെ പറ്റി സെർച്ച് ചെയ്തപ്പം ഇത് അതിൻ്റെ ഒരു ഫേമസ് സംഭവമായിരുന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ 12 മണിക്ക് ആ നട്ടുച്ച വെയിലത്താണ് അവിടെ നിൽക്കുന്നത്. ഭയങ്കര കാറ്റൊക്കെയാണ്. പക്ഷേ ഈ വ്യൂ എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും അതെന്തായാലും കാണാം കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്കത് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിങ്ങനെ എന്തായാലും സിനിമയിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ മാൾട്ടയിലൊക്കെ ഉള്ള ആൾക്കാർ, നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കൽ പോയി കാണണം കേട്ടോ. എന്തായാലും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ മറക്കണ്ട, 12 മണിക്ക് വലയത്തേൽ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സല്യൂട്ടിംഗ് ബാറ്ററി കാണാം. അത് കഴിഞ്ഞ് ഈ അപ്പർ ബറാക്ക ഗാർഡനിൽ കുറച്ച് നടന്ന് കാഴ്ചകളൊക്കെ കാണാം. അതിനോട് ചേർന്നൊരു ലോവർ ബറാക്ക ഗാർഡൻ ഉണ്ട്. അവിടെ കൂടി വിസിറ്റ് ചെയ്യാം. ഞങ്ങൾ അത് വിസിറ്റ് ചെയ്തില്ല. പകരം അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫെറീസും വലിയ ഷിപ്പൊക്കെ കാണുന്നില്ലേ? ഇതിലൂടെ നമുക്കും യാത്ര ചെയ്യാം. എനിക്കും ഒരു ഫെറി എടുത്ത് ഇതിലൂടെ പോകണമെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതിനുള്ള ഓപ്ഷൻ ഞാൻ കണ്ടുപിടിച്ചത് 3 സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെറി യാത്രയുണ്ട്. അതായത് മാൾട്ടയിലെ 3 സിറ്റീസ് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു ഫെറിയിൽ യാത്ര ചെയ്യാം. അതാണ് അപ്പം ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോണത്. അതിനു വേണ്ടി ഈ അപ്പർ ബറാക്ക ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് നമ്മൾ സല്യൂട്ടിംഗ് ബാറ്ററി കണ്ടതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു വലിയ ലിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഒരു വലിയ ലിഫ്റ്റാണ്. അതിനകത്ത് കയറി നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മളെത്തുന്നത് ഈ ഫെറിയൊക്കെ കിടക്കുന്ന ആ ഒരു പോർട്ടിലേക്ക് നമ്മളെത്തും. ഈ ലിഫ്റ്റിന് എന്തോ €1 ഉള്ളൂ. അപ്പോൾ അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമുക്ക് തിരിച്ച് കയറി വരാനും ആ ഒറ്റ തവണ നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഫെറി കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. ഈ ഫെറിയുടെ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഗോസോ ഐലൻഡിലേക്ക് പോവാം, അല്ലെങ്കിൽ 3 സിറ്റീസ് കാണാൻ വേണ്ടി പോവാം.
ഗോസോ ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടേത് സിംഗിൾ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 സിറ്റീസ് ചൂസ് ചെയ്തു. ഇനി ഒരിക്കൽ മാൾട്ടയിൽ പോകുമ്പോൾ ഗോസോ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അതും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം കുറേ കാഴ്ചകളും പള്ളികളും അങ്ങനെ കുറേ കാഴ്ചകൾ ഗോസോയിൽ കാണാനുണ്ട്. തൽക്കാലം ഞങ്ങൾ ഫെറി എടുത്ത് 3 സിറ്റീസിലേക്ക് പോവാണ്. ഇവിടെ ഇതും ഫെറിക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു €3 €4 റേഞ്ചൊക്കെ ആവുന്നുള്ളൂ. അതും നല്ലൊരു കാഴ്ചയാണ് ട്ടോ. ദേ ഈ കിടക്കുന്ന ബോട്ട് കണ്ടോ? അതാണ് ഗോസോയിലേക്ക് പോണത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ഫാൻസി കുഞ്ഞു കുഞ്ഞു ബോട്ടിലും യാത്ര ചെയ്യാൻ പറ്റും. ഞങ്ങൾ പക്ഷേ ഫെറിയാണ് ചൂസ് ചെയ്തത്. ഫെറി ചൂസ് ചെയ്തപ്പം എനിക്ക് അതിനകത്തൊരു മലയാളീനേയും കൂട്ട് കിട്ടി ട്ടോ. മാൾട്ടയിൽ ഒത്തിരി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നും പഠിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാമെങ്കിലും ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ടും ആരെയും കാണാൻ പറ്റിയില്ലായിരുന്നു. അവസാനം ഈ ഫെറിയിൽ കയറിയപ്പോഴാണ് എനിക്കൊരു മലയാളി കുട്ടീനെ കാണാൻ പറ്റിയത്. ആദ്യം തന്നെ ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമല്ല, എവിടെയാണ് കേരള റെസ്റ്റോറന്റ് ഉള്ളതെന്നാ. ആളെനിക്ക് പോയി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റെസ്റ്റോറന്റ് ഏതാന്നൊക്കെ സജസ്റ്റ് ചെയ്തു ട്ടോ. ഇനി എൻ്റെ അടുത്ത യാത്ര അങ്ങോട്ടേക്കാണ്. പിന്നെ ഒരു മാൾട്ടീസ് കപ്പിളിനെ കൂടി പരിചയപ്പെട്ടു. ഒരു സ്വീറ്റ് അപ്പച്ചനും അമ്മച്ചിയും. അവർക്ക് കേരളത്തിനെയും കേരളത്തിലെ ആൾക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അവർ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തേ. ഇനി ഞങ്ങളിപ്പോൾ ഫെറി വന്ന് ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലമാണ് ബിർഗു. ഇനി ഇവിടുന്ന് ഒരു ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് പൗളോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ. അവിടെയാണ് നമ്മുടെ കേരള റെസ്റ്റോറന്റ് ഉള്ളത്. ആ കുട്ടി സജസ്റ്റ് ചെയ്ത പ്രകാരം ഏറ്റവും ബെസ്റ്റ് കേരള റെസ്റ്റോറന്റ് ഇതാണെന്നാണ് പറഞ്ഞത്. ഒരു ചെറിയ ഷോപ്പാണ് ട്ടോ. പക്ഷെ ഫുഡെന്ന് പറഞ്ഞാ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഒന്ന് മാൾട്ടയിൽ പോകേണ്ടി വന്നാൽ പോലും ഞാൻ പോവാൻ റെഡിയാ. കാരണം അത്ര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പോയ സ്ഥലമാണ് ബുജിബ. ഇവിടെയും ഒരുപാട് മലയാളികളുണ്ട് ട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒത്തിരി മലയാളികളെ മീറ്റ് ചെയ്തായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഐലൻഡ്സും കൂടെ കാണാൻ പറ്റൂ ട്ടോ. അപ്പോൾ മാൾട്ടയിലേക്ക് ഒരു വൺ ഡേ വിസിറ്റിന് പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ഞാൻ ഈ കാണിച്ച സ്ഥലങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാൻ നോക്കുക. മാക്സിമം പ്ലേസസ് ഒക്കെ കവർ ചെയ്യുക. മാൾട്ടയിൽ നിൽക്കുന്നവർക്കെങ്കിലും ഇത് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടിപൊളി സൺസെറ്റും കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.